മാണിക്കെതിരെ മറ്റൊരു കേസിൽ കൂടി ത്വരിതാന്വേഷണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. 5 കോടി രൂപ ചെലവിട്ട് കോട്ടയത്ത് നടത്തിയ സമൂഹ വിവാഹത്തിന്റെ പേരിലാണ് പുതിയ കേസ്. 2015 കോട്ടയത്ത് വെച്ച് 150 പേരുടെ സമൂഹ വിവാഹം നടത്തിയിരുന്നു. ഇതിന്റെ സ്രോതസ് അന്വേഷിക്കാനാണ് കോടതിയുടെ ഉത്തരവ്. കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, ബാർക്കോഴയ്ക്കും കോഴിക്കോഴയ്ക്കും ഒക്കെ പിന്നാലെ മറ്റൊരു കേസ് കൂടി മാണിക്ക് നേരിടേണ്ടി വരികയാണ്. എന്താണ് പുതിയ കേസ്, അതിന്റെ പശ്ചാത്തലം കൂടി? അഞ്ജു, തിരുവനന്തപുരം സ്വദേശി പായിച്ചിറ നവാസ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. KM മാണിക്കെതിരെ ത്വരിതാന്വേഷണത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത്. 2015 KM മാണി 150 പേരുടെ സമൂഹ വിവാഹം കോട്ടയത്ത് നടത്തിയിരുന്നു. ഈ സമൂഹ വിവാഹത്തിൽ 5 കോടി രൂപ ചെലവഴിച്ചാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും 1.5 ലക്ഷം രൂപയും, ഓരോ വിവാഹിതരായ ദമ്പതികൾക്ക് 1.5 ലക്ഷം രൂപയും 5 പവൻ്റെ സ്വർണവും നൽകിയിരുന്നു. ഇത്തരത്തിൽ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് വിവാഹം നടത്തിയത്. ഇതിനുള്ള പണം KM മാണിക്ക് എവിടെ നിന്ന് ലഭിച്ചു, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി അന്വേഷണം നടത്താൻ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. KM മാണിക്കെതിരെ കൂടുതൽ കുരുക്കുകൾ മുറുകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. കാരണം ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP സുകേശൻ നൽകിയ ഹർജിയിൽ തുടരന്വേഷണം തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കട ഉടമകൾക്ക് ആദായ നികുതി കുറച്ചു നൽകുന്നതിന് പണം കൈപ്പറ്റി എന്ന കേസിലും, അതോടൊപ്പം തന്നെ കോഴി കച്ചവടക്കാർക്ക് വൻതോതിൽ നികുതി ഇളവ് ചെയ്തു കൊടുത്തതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ഒരു കേസ് കൂടി KM മാണിക്കെതിരെ ഉയർന്നു വരുന്നത്. പാലായിൽ വെച്ച് നടത്തിയ 2015 നടത്തിയ സമൂഹ വിവാഹത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാനിടയായ ഒരു സാഹചര്യം, ആ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ബാർക്കോഴയിൽ നിന്ന് ലഭിച്ച പണമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരിക്കും ഇനി വിജിലൻസ് പരിശോധിക്കുക. എന്തായാലും KM മാണിക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ജു, തീർച്ചയായും ദിനകർ, അതുതന്നെയാണ് ഇതുവരെ എല്ലാവരും തള്ളിക്കളഞ്ഞിരുന്ന ചെറിയ കേസുകൾ പോലും, ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്ന ചെറിയ കേസുകളിൽ പോലും ചുരുളഴിക്കാൻ, അഴിമതി ആരോപണങ്ങളുടെ ചുരുളഴിക്കാൻ വ്യക്തമായ നീക്കങ്ങളുമായി എന്തായാലും വിജിലൻസ് നീങ്ങുന്നതിന്റെ തെളിവുകൾ, എന്തായാലും മാണി കുടുങ്ങുമെന്ന വ്യക്തമായ സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ടോ? അഞ്ജു, സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ 5 കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വിവാഹം നടത്തുന്നതിന് 5 കോടി രൂപ എവിടെ നിന്ന് സമാഹരിച്ചു, അതിൻ്റെ സ്രോതസ് വെളിപ്പെടുത്തേണ്ടി വരും KM മാണിക്ക്. സ്വാഭാവികമായും ആ പണം എവിടെ നിന്ന് ലഭിച്ചു, അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും വിജിലൻസ് ഇക്കാര്യത്തിൽ നടത്തേണ്ടി വരും. സ്വാഭാവികമായും ഈ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നത് പരിശോധിക്കുമ്പോൾ അതിനുള്ള ഉത്തരം മാണി നൽകേണ്ടി വരും. അത് സ്വാഭാവികമായും മാണിയെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം വരുമാനം KM മാണിക്കുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയാൽ സ്വാഭാവികമായും അതിൽ മാണി കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും KM മാണിക്കെതിരായിട്ടുള്ള ഓരോരോ കേസുകൾ ഓരോ ദിവസവും പൊങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. KM മാണിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതോടൊപ്പം കേരള കോൺഗ്രസിൻ്റെ ഭാവിയും അനിശ്ചിതത്തിലേക്കാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. UDF വിടുകയും ചെയ്തു, മറ്റൊരിടത്തും എത്തിപ്പെടാൻ KM മാണിക്ക് കഴിയുകയും ചെയ്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ മാണി വിഭാഗത്തിലെ നേതാക്കൾക്ക് KM മാണിയെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇത് സ്വാഭാവികമായും അതോടൊപ്പം തന്നെ PJ ജോസഫ് ഇക്കാര്യത്തിൽ ഒക്കെ മാണിയെ പിന്തുണച്ച് രംഗത്തെത്താൻ, അല്ലെങ്കിൽ മാണിക്ക് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വരാൻ PJ ജോസഫും തയ്യാറാകുന്നില്ല. അതോടൊപ്പം കോൺഗ്രസ് കൂടി, അല്ലെങ്കിൽ UDF വിട്ട സ്ഥിതിക്ക് കോൺഗ്രസിലെയും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെയും പിന്തുണയും അദ്ദേഹത്തിന് ഇല്ലാത്തൊരു സാഹചര്യം. ഇതൊക്കെയും KM മാണിയെ വലിയ ഒരു പതനത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രതിദിനമെന്നോണം ഓരോ കേസുകൾ KM മാണിക്കെതിരെ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാവാത്ത വിധത്തിലേക്ക് മുങ്ങിത്താഴുന്ന കാഴ്ചയുമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ദിനകർ, അതുതന്നെയാണ്. എന്തായാലും KM ബാബുവിനെതിരെ വിജിലൻസ് കേസെടുത്ത ആ ഒരു നിമിഷത്തിൽ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് KM മാണിയിലേക്കുമുള്ള ഒരു അന്വേഷണം, കേസുകളൊക്കെ അത് ശരിയായ ദിശയിലേക്ക്, വിജിലൻസ് ശരിയായ ദിശയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഒടുവിൽ KM മാണിയിലെ പുതിയ കേസുകൾ അത് തലപൊക്കി വരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ?
തീർച്ചയായും അഞ്ജു, ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഡിവൈഎസ്പി നജ്മുൽ ഹസന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അവർ ശേഖരിച്ചു വരികയാണ്. അന്ന് നേരത്തെ അന്വേഷണം നടത്തിയ SP സുകേശൻ ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ വരുത്തിയിരുന്നു, അല്ലെങ്കിൽ തനിക്ക് വീഴ്ചകൾ സംഭവിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല, തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കോടതിയിൽ ഹർജി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ബാർ കോഴ കേസ് തുടരന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു. സ്വാഭാവികമായും ഇത്തരം അതും ഇപ്പോൾ അന്വേഷിക്കുന്നത് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിൻ്റെ മേൽനോട്ടത്തിലുള്ള സംഘം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുരുക്ക് മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ SP സുകേശൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ആ തെളിവുകളെല്ലാം അസ്ഥാനത്താണെന്നും അത് മുഖവിലക്കെടുക്കാൻ കഴിയുകയില്ല എന്നും ചൂണ്ടിക്കാട്ടി മാണിക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതിയിൽ നൽകുകയും മാണിയെ കുറ്റമുക്തനാക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയുമായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ഇപ്പോൾ പുതിയ വിജിലൻസിന് പുതിയ തലവൻ എത്തുകയും സർക്കാർ മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷേ ഇതിനു മുൻപ് കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ സർക്കാരുകൾ മാറി വരുമ്പോഴൊന്നും അത്തരത്തിൽ അന്വേഷണം ഉണ്ടാകാറ് പതിവില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തവണ ശക്തമായ രീതിയിൽ അന്വേഷണം ഇത്തരത്തിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള അന്വേഷണം, അതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF സർക്കാരിൻ്റെ കൃത്യമായ നയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ല, സന്ധിയില്ലാത്ത സമരം തന്നെയായിരിക്കും സർക്കാർ നടത്തുക എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ KM മാണിക്കെതിരായി ഇപ്പോൾ ഉയർന്നു വരുന്ന കേസുകൾ എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. K ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉള്ള കേസുകൾ എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അതേസമയം അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊന്നും സർക്കാർ പകപോക്കുകയല്ല, നേരെ മറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, വിജിലൻസിന് ഇത് കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകാം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലുള്ള അന്വേഷണവും അവർക്ക് നടത്താം. വിജിലൻസിനെ കൂട്ടിലടച്ച തത്തയല്ല, വിജിലൻസ് സ്വതന്ത്രമായ വിജിലൻസിന് കേസന്വേഷിക്കാൻ കഴിയും എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. അഞ്ജു, തീർച്ചയായും ദിനകർ റാവു തന്നെയാണ്. അല്പം മുമ്പാണ് രാഷ്ട്രീയക്കാരുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കുമെന്നുള്ള വ്യക്തമായ സൂചനകൾ വിജിലൻസ് നൽകിയതിന്. അതിന് നിമിഷങ്ങൾക്ക് പിന്നാലെ ഇതാ മാണിയുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്നു, മാണിയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെയും പുറത്തു വരുന്നു. വ്യക്തമായ നടപടികൾ വളരെ പെട്ടെന്ന് കൃത്യതയോടെ ചെയ്തു തീർക്കുക എന്നുള്ള ഒരു നിലപാടുമായി വിജിലൻസ് നീങ്ങുക തന്നെയല്ലേ? അഞ്ജു, ഇക്കാര്യത്തിൽ കോട്ടയത്ത് നടന്ന സമൂഹ വിവാഹമാണ് മാണിക്കെതിരായ അന്വേഷണത്തിന് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 കോടി രൂപ മുടക്കി 150 പേരുടെ വിവാഹം KM മാണിയുടെ കാർമ്മികത്വത്തിൽ നടന്നിരുന്നു. ഈ പണം, അതിനുള്ള പണം 5 കോടി രൂപ എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം സ്വദേശി പായിച്ചിറ നവാസ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. 5 കോടി രൂപ, അതോടൊപ്പം തന്നെ ഓരോ വിവാഹിതരായ ഓരോരുത്തർക്കും 5 പവൻ സ്വർണ്ണാഭരണവും അതോടൊപ്പം 1.5 ലക്ഷം രൂപയും അന്ന് നൽകിയിരുന്നു. ഇതിനായി ഒപ്പം വിവാഹത്തിൻ്റെ ചെലവിലേക്കായി മൊത്തം 5 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതൊക്കെ അന്വേഷിക്കണമെന്ന് ചൂണ്ടി ഇതിൻ്റെ സ്രോതസ് KM മാണിക്ക് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ നിന്നും അദ്ദേഹത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. അഞ്ജു, ശരി, ദിനകർ തുടരുക. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, മാണിക്കെതിരെ മറ്റൊരു കേസിൽ കൂടി ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 5 കോടി രൂപ ചെലവിട്ട് സമൂഹ വിവാഹം നടത്തി എന്നുള്ള ഇതിന്റെ പേരിലാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? എങ്ങനെ ഉണ്ടാക്കി ആവണം, 5 കോടി രൂപയുടെ സോഴ്സ് കാണിക്കണം എന്നുള്ളതാവണം കോടതി സംശയിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങള് ഒരു പക്ഷേ KM മാണിക്ക് അതിന്റെ സോഴ്സ് വ്യക്തമാക്കാൻ കഴിഞ്ഞേക്കും. അത്തരം കാര്യങ്ങളൊക്കെ സമാഹരിക്കാം, വിഭവ സമാഹരണത്തോട് കൊണ്ടുവരാം എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹ വിവാഹം എന്ന് പറയുന്നത് ഒരു പൊതുവായൊരു കാര്യമാണ്. പക്ഷേ വിജിലൻസ് അന്വേഷണം ഇതിനകത്ത് എന്തെങ്കിലും അഴിമതിയുണ്ടോ, കുറ്റമുണ്ടോ, പരിധിയിൽപ്പെടാത്ത സ്വത്തിൻ കവിഞ്ഞ വരവാണോ ഈ കാണിച്ചിരിക്കുന്നത്, ഇതിലുള്ളത് എന്നൊക്കെയുള്ളതായിരിക്കും വിജിലൻസ് അന്വേഷണം വരുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് KM മാണിക്ക് അത് വലിയ പിന്നീട് കൂടുതൽ ദോഷം ഉണ്ടാക്കുകയുള്ളൂ. ഒന്നിനു പറയുക ഒന്നായിട്ട് കേസുകൾ അദ്ദേഹത്തെ വേട്ടയാടുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് വളരെ ദുരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും.
ശ്രീ ജേക്കബ് ജോർജ്, കെ എം മാണിയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയാണോ? പ്രത്യേകിച്ച് UDF വിടുകയും ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിക്കുകയും അതിലൂടെ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായ കേസുകൾ ഒന്നൊന്നായി പൊങ്ങി വരുന്നൊരു പശ്ചാത്തലം, ഇത് എത്രത്തോളം കെ എം മാണിയെ സംബന്ധിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും? രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഇത് എങ്ങനെ നേരിടാൻ കഴിയും? ഇത് കേവലം രാഷ്ട്രീയ പകപോക്കൽ എന്നത് മാത്രം ആക്കി നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ? ഈ പകപോക്കലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പിന്നെ ഈ പരാതിക്കാരൻ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നറിയില്ല. പക്ഷേ കെ എം മാണിക്ക് മൊത്തത്തിൽ ഇതൊരു ക്ഷീണം തന്നെയായിരിക്കും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്, കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക്. കാരണം എല്ലാ അന്വേഷണങ്ങളും വരുന്നത് കെ എം മാണി മന്ത്രി എന്ന നിലയിൽ, ധനകാര്യമന്ത്രി എന്ന നിലയിൽ കെ എം മാണി എടുത്ത തീരുമാനങ്ങൾ, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങളും ഇതൊക്കെയാണ് അന്വേഷണത്തിന് വിധേയമാകുന്നത്. അത് അദ്ദേഹത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കും. കാരണം ഇതൊക്കെ പൊതുജനസമൂഹത്തിൽ ശ്രദ്ധിക്കുകയാണ്. പൊതുജനസമൂഹത്തിൽ വിഷയമാവുകയും അതൊക്കെ വലിയ സജീവമായ ചർച്ചയ്ക്ക് വിഷയമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാണിയുടെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛയെയും വളരെയധികം ബാധിക്കും. യഥാർത്ഥത്തിലുള്ള വിഷയം കെ എം മാണി നേരിടുന്ന വലിയ പ്രതിസന്ധി അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു മുന്നണിയുടെ കവചമില്ല എന്നുള്ളതാണ്. അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ ബുദ്ധികേട് UDF വിട്ടു എന്നത് തന്നെയാണ്. ഒരു കോൺഗ്രസ് പോലെ ഒരു വലിയ പാർട്ടിക്കോ CPM പോലൊരു വലിയ പാർട്ടിക്കോ ഒരു മുന്നണി ഇല്ലാത്ത ഒരു നിലനിൽപ്പിനെ കുറിച്ച് അവർ ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് കേരളത്തിൽ. കാരണം ഐക്യമുന്നണി സംവിധാനം അത്ര വളരെ ശക്തമായിരിക്കുന്നു. അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് UDF-ൽ ഒരു 3ാം സ്ഥാനം മാത്രമുള്ള കേരള കോൺഗ്രസ് സ്വന്തമായിട്ട് നിൽക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ ആത്മഹത്യാപരമായ നീക്കമായത്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ തിരികെ എത്താം. ഇപ്പോൾ ആന്റണി രാജു അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ ആന്റണി രാജു, കെ എം മാണിക്കെതിരെ ഒരു അന്വേഷണത്തിന് കൂടി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നു. അതായത് 2015 കോട്ടയത്ത് വെച്ച് നടത്തിയ സമൂഹ വിവാഹം, അതിൽ 5 കോടി രൂപ ചെലവഴിച്ചു. ഇത് എവിടെ നിന്നാണ് ഈ പണം അദ്ദേഹത്തിന് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ താങ്കൾ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായിട്ടും ഇത്രയേറെ പണച്ചെലവുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ അതിനകത്ത് അന്ന് ഞാൻ ആ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നതാണ്. അന്ന് പാർട്ടി യാതൊരു ഫണ്ടും പിരിച്ചിരുന്നില്ല. പാർട്ടി ഫണ്ട് യാതൊന്നും തന്നെ ചെലവാക്കിയിരുന്നില്ല. ഞങ്ങൾ തന്നെ അന്ന് അത്ഭുതം കൂറിയിരുന്നു, എങ്ങനെയാണ് ഇത്രയേറെ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഞാനെന്തായാലും അന്നത്തെ പരിപാടിക്ക് അതിനോടുള്ള ആ ഒരു വിമുഖത കൊണ്ട് തന്നെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുമില്ല. ഇത് അന്ന് മുതൽ ഉയർന്നു വന്നിരുന്ന ഒരു ആക്ഷേപമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു സമൂഹ വിവാഹം ഇത്ര കോടിക്കണക്കിന് രൂപ മുടക്കി എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത്, അതിന്റെ പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് അന്ന് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. അത്തരം ആക്ഷേപങ്ങളൊക്കെ അന്ന് ഉയർന്നപ്പോഴും അന്ന് ഭരണമുണ്ടായിരുന്നതുകൊണ്ട് ഒരുപക്ഷെ അതേക്കുറിച്ചുള്ള അന്വേഷണമോ അതേക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ആരും തയ്യാറല്ല. ഇന്നിപ്പോൾ ഇത്തരം പരാതികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ വഴിക്ക് പോകുന്നത് കൊണ്ട് ഇത് നിയമപരമായി ഇങ്ങനെ ഒരു നടപടിക്രമം കോടതി ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടത് നിയമപരമാണ്. തീർച്ചയായിട്ടും ഇതുപോലൊരു ആരോപണം ഉണ്ടാകുമ്പോൾ നിയമപരമായി അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്രോതസ് നടത്തിച്ച മുഖ്യ സംഘാടകരായിരുന്ന ആളുകൾ വെളിപ്പെടുത്തേണ്ടി വരും. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ തിരികെ എത്താം. ഇപ്പോൾ ഈ ഹർജി നൽകിയ ഹർജിക്കാരൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്, പായിച്ചർ നവാസ്. ശ്രീ പായിച്ചർ നവാസ്, എന്താണ് താങ്കളെ ഇത്തരത്തിലൊരു ഹർജി നൽകാൻ പ്രേരിപ്പിച്ച ഘടകം? എന്താണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഉത്തരവ്? ആന്റണി രാജു സാറിന് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അറിയാം. കോട്ടയത്ത് പാർട്ടിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സമൂഹ വിവാഹത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാനൊരു പരാതി കൊടുത്തിട്ടുള്ളത്. അത് മാമൻ മാപ്പിള ഹാളിൽ വെച്ചാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. പക്ഷേ ഈ കേരള കോൺഗ്രസിന്റെ ഒരു ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ് ആ ഹാള് ബുക്ക് ചെയ്തത്. അവിടെയാണ് 130ഓളം പേരുടെ സമൂഹ വിവാഹം നടന്നത്. ഈ സമൂഹ വിവാഹം നടന്നത് 5 കോടി രൂപ മുടക്കിയാണ്. ഈ സമൂഹ വിവാഹത്തിന് തന്നെ യാതൊരു നിയമസഭയില്ല. കാരണം കേരള കോൺഗ്രസിന്റെ 14 ജില്ലാ കമ്മിറ്റികളും കൊടുത്ത പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ലിസ്റ്റ് അനുസരിച്ചാണ് കല്യാണം നടത്തിയത്. ഇത് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കോട്ടയം ജില്ലാ കളക്ടർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഈ കല്യാണം നടന്നിരിക്കുന്നത് യാതൊരു നിയമസാധ്യതയില്ല. ഇതിൽ അഴിമതി മാത്രമല്ല, യാതൊരു ധാർമ്മികതയും ഇതിലില്ല. 5 കോടി രൂപ നവാസ് 5 കോടി രൂപ മുടക്കിയാണ് ഈ വിവാഹം നടത്തിയത് എന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നു ഹർജിയിൽ. എന്ത് തെളിവാണ് 5 കോടി രൂപ മുടക്കി എന്നുള്ളതിന് താങ്കളുടെ പക്കൽ ഉള്ളത്? ഒരാളിന് 130ഓളം പേരുടെ സമൂഹം നടത്തി. ഒരാളിന് 5 പവനോളം സ്വർണം കൊടുത്തു. ഒരാളിന് 1.5 ലക്ഷം രൂപയോളം പോക്കറ്റ് മണി കൊടുത്തു.
ഇതെല്ലാം അന്ന് വേദിയിൽ വെച്ച് KM മാണിയുടെയും ശ്രീ CF തോമസിന്റെയും ശ്രീ PJ ജോസഫിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടുത്തെ നേതാക്കന്മാർ തന്നെ മൈക്കിൽ പരസ്യമായി മുനിസിപ്പാലിറ്റി ഹാളിൽ മാമൻ മാപ്പിള ഹാളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇത്രയും കോടി രൂപ ചിലവാക്കി ഞങ്ങൾ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഈ കല്യാണം നടത്തിയതെന്ന് പറയുന്നു. മനുഷ്യത്വത്തിന്റെ പേരിലല്ല. അവർക്ക് ഈ ബ്ലാക്ക് മണി, ഞാൻ പറയുന്നു ഈ സ്വർണങ്ങളെല്ലാം കോട്ടയത്തെ ഒരു ജുവലറി സംഭാവന ചെയ്തതാണ്. കോട്ടയത്ത് ആ ജുവലറി ഈ സ്വർണം എങ്ങനെ എത്തി? ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണം. പിന്നെ കോട്ടയത്തെ കല്യാണത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞേക്കുന്നത്. ഇത് കേരള കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ബാബു വൈദ്യനുണ്ട്. ആന്റണി രാജസ്ഥാനെ വ്യക്തമായിട്ട് അറിയാം. ഈ ബാബു വൈദ്യനാണ് ഒരു ഇത്രയും വെളിപ്പെടുത്തൽ നടത്തിയത്. പുള്ളിയെ ഒരാഴ്ചയ്ക്ക് ശേഷം പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ ഈ ബാബു വൈദ്യൻ എവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. പിന്നെ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കുന്നതിൽ വ്യാപകമായി കൈക്കൂലി വാങ്ങിച്ചു എന്ന് ബാബു വൈദ്യൻ തന്നെ വെളിപ്പെടുത്തുകയും 25 ലക്ഷം രൂപ ബാബു വൈദ്യൻ വാങ്ങിക്കുകയും അതിൽ 15 ലക്ഷം രൂപ വെച്ച് KM മാണിക്ക് കൊടുത്തു എന്ന് വീഡിയോ റെക്കോർഡ് ഉൾപ്പെടെയാണ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതുപോലെ KSFE നിയമനം, ഈ 3 കാര്യങ്ങളുമാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. KSFE നിയമനങ്ങളിൽ വ്യാപകമായി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അഴിമതി നിയമനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് പ്ലീഡർമാരെ വെക്കുന്നതിൽ 120ഓളം പേരെ വെച്ചതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇത് 2015 നവംബർ മാസമാണ് ഞാൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം പ്രത്യേക കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇന്നോ ഇന്നലെയോ അല്ല. 9 മാസത്തോളം കോടതി വിശദമായി കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വിജിലൻസിന്റെ പ്രത്യേക ജഡ്ജി ശ്രീ ബദറുദ്ദീൻ സാറ് ഇതിനൊരു ക്യൂറി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവാസ് തിരികെ എത്താം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എങ്കിൽ KM മാണി ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തായാലും ഇപ്പോൾ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനിലില്ല. എന്തായാലും മാണിക്കെതിരെ മറ്റൊരു കേസിൽ കൂടി ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. 5 കോടി രൂപ ചെലവിട്ട സമൂഹ വിവാഹത്തിന്റെ പേരിലാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. 2015 കോട്ടയത്ത് വെച്ച് 150 പേരുടെ സമൂഹ വിവാഹം നടത്തിയിരുന്നു. ഇതിന്റെ സ്രോതസ് അന്വേഷിക്കാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ആന്റണി രാജു, ഒപ്പം പരാതിക്കാരൻ നവാസ്.